കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ടാവും, ബ്ലഡ് വന്നിട്ടുണ്ടാവും, കൈ ഉണ്ടാവില്ല, കാലുണ്ടാവില്ല. പക്ഷെ അത് അതിന്റെ മുമ്പ് ഒരു മനുഷ്യനായിരുന്നില്ലേ? ട്രെയിൻ തട്ടിയതായിരിക്കാം, അതല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം, അല്ലെങ്കിൽ കരുതിക്കൂട്ടി ആത്മഹത്യയായിരിക്കാം. ഒരാൾ വീണുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാന്നുള്ള ഉദ്ദേശമാണ്. അവരെ ബ്ലഡ് കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാ നമ്മൾ കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പൊ ആരെങ്കിലും ഒക്കെ വേണ്ടേ നമുക്ക് സമൂഹത്തിൽ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? ആത്മാവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പേടിയുള്ള ഒരു ഭാഗം കൂടെ അതിനകത്തുണ്ട്. ആത്മാവ് എന്ന് പറയുന്ന സാധനം ഉണ്ട്. ദൈവത്തിന് 100% വിശ്വാസമാണ്. അന്ധവിശ്വാസമല്ല. അന്ധവിശ്വാസം പറഞ്ഞ മന്ത്രവാദം, പൂജ, ഹോമം അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെയല്ലല്ലോ. നമ്മൾ ചിലപ്പോൾ 10 പ്രാവശ്യം പോലീസ് വിളിക്കും, കോടതിയിൽ വിളിക്കും, ഒക്കെ വിളിച്ചാലും നമ്മുടെ ഒരു ആത്മസംതൃപ്തി എന്താ? അയാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു, അയാൾ ഹോസ്പിറ്റലിൽ പോയി. കൊണ്ടുപോയി പറയാൻ നമുക്ക് ആഗ്രഹമില്ല, പക്ഷെ ഇനിയും ഇത് കേട്ടാൽ ആരെങ്കിലും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചാണ്. അല്ലാതെ ഞാൻ ചെയ്ത മഹിമ പറയല്ല. അത് 10-15 വർഷങ്ങളായിട്ട് പട്ടാമ്പിയിൽ എന്തെങ്കിലും അപകട മരണങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ഓടി വരുന്നൊരു ചേച്ചിയുണ്ട്, ദേവി ചേച്ചി. ഈ കാലയളവ് അത്രയായിട്ട് ചേച്ചി കൈകാര്യം ചെയ്തിട്ടുള്ളത് 100-ലധികം മൃതദേഹങ്ങളാണ്. മാത്രമല്ല അനാഥരായിട്ടുള്ളതും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നതുമായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് എന്തെങ്കിലും മരണങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സംസ്കാര ചടങ്ങുകളുടെ ചെലവും കൂടെ ചേച്ചി ആണ് നിർവഹിക്കാറുള്ളത്. നമ്മളിപ്പോൾ ചേച്ചീനെ കാണാനാണ് വന്നിരിക്കുന്നത്. ചേച്ചി നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിൽ. കാരണം കേട്ടിട്ടേ ഉള്ളൂ. എന്താ പറയാ, വലിയൊരു കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരുന്നത് അടുത്തിരുന്നിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയണ പോലെ ആയിപ്പോവും. ശരിക്കും പറഞ്ഞാൽ ആളുകൾ ചെയ്യാനായിട്ട് മടിക്കുന്ന കുറെ കാര്യങ്ങളാണ് ചേച്ചി ചെയ്യുന്നതൊക്കെ. എത്രാമത്തെ വയസ്സിലാണ് ഇങ്ങനെ മൃതദേഹങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് തുടങ്ങിയത്? മൃതദേഹം പറഞ്ഞപ്പോൾ ഒരു 10-20 വർഷത്തോളൊക്കെ ആയിട്ടുണ്ടാവും. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ മൃതദേഹം കണ്ട അങ്ങനെ പേടിയോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം കുട്ടിക്കാലം ഇപ്പോൾ വീട്ടിൽ അമ്മമാരോ ഒക്കെ കുടുംബക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞാലും അതിനെ വിളക്കെത്തിക്കാനും അതിൻ്റെ അടുത്ത് പോകാനും അടുത്തിരിക്കാനൊന്നും അന്നേ പേടിയില്ല. കുട്ടിക്കാലം മുതലേ ബോഡി കണ്ടാ, അന്നൊക്കെ ശവം എന്നൊക്കെ അല്ലേ പറയുക, ശവം കണ്ടാ പേടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് കണ്ടാ പേടിയോ, വീഴുകയോ. ഇപ്പൊ സ്കൂളിലൊക്കെ കുട്ടികൾ വീണ് കഴിഞ്ഞാൽ മുറിയൊക്കെ ആയി കഴിഞ്ഞാൽ മുറി കെട്ടാനോ ബ്ലഡ് കണ്ടാലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ പേടികളൊന്നും അന്നേ ഇല്ല. പിന്നെ ഇപ്പൊ സാഹചര്യങ്ങളനുസരിച്ചിട്ട് നമ്മൾ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എടുത്തു കൊണ്ടുപോകും. അതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നൊരു സംഭവമാണ്. നമ്മൾ ആദ്യം മുൻകൂട്ടി കാണുന്നതല്ലല്ലോ അതൊന്നും. അവസരത്തിന് നമ്മൾ ഒരാൾ വീണുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാന്നുള്ള ഉദ്ദേശമാണ്. അവരെ ബ്ലഡ് കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാ നമ്മൾ കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പൊ അവരുടെ ജീവനല്ലേ നമ്മൾ വില കൽപ്പിക്കേണ്ടത്. ഇപ്പോൾ അപകട മരണങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ട്രെയിൻ തട്ടിയൊക്കെ മരിക്കുന്ന മൃതദേഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അങ്ങനെ കിടക്കുന്നതല്ലല്ലോ. അല്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാണാൻ വേണ്ടി ആയിരിക്കും. അപ്പോ ചേച്ചി അതെങ്ങനെയാണ് ആ ഒരു മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്? മാനസികാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളതിനെ വിളിക്കും, ഇങ്ങനെ റെയിൽവേയിൽ ഒരാൾ തട്ടി മരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യോ കാലോ കണ്ണോ, ഇപ്പം ട്രെയിൻ തട്ടിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവാത്തൊരവസ്ഥയിലേക്കാണല്ലോ നമ്മൾ പോവുക. അപ്പം നമ്മൾ ആ ഒരു ചിലപ്പോൾ ജീവൻ ഉണ്ടാവും, ചിലപ്പോൾ ജീവൻ ഉണ്ടാവില്ല. ജീവൻ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കണ്ടവരെ ആദ്യം ഹോസ്പിറ്റലിൽ ഞങ്ങളും കൊണ്ടുപോയിട്ടുണ്ട്. ഞാനൊക്കെ കുറേ 2-3 ഹോസ്പിറ്റലിൽ ജീവൻ ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ 1-2 ഒക്കെ കിടന്നിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ടാവും, ബ്ലഡ് വന്നിട്ടുണ്ടാവും, കൈ ഉണ്ടാവില്ല, കാലുണ്ടാവില്ല. പക്ഷെ അത് അതിന്റെ മുമ്പ് ഒരു മനുഷ്യനായിരുന്നില്ലേ? ഒന്നെങ്കിൽ അയാൾ ചാടിയതായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ട്രെയിൻ തട്ടിയതായിരിക്കാം, അതല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം, അല്ലെങ്കിൽ കരുതിക്കൂട്ടി ആത്മഹത്യയായിരിക്കാം. എന്താണെങ്കിലും ആ മരിക്കുന്നതിൻ്റെ മുമ്പ് അയാളൊരു ജീവനുള്ളതും അച്ഛനും അമ്മയും കുടുംബമുള്ളതും ഉള്ളൊരു മനുഷ്യൻ. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, അച്ഛനാവാം, അമ്മാമനാവാം, സഹോദരനാവാം, മകനാവാം, അമ്മാമനാവാം, അല്ലെങ്കിൽ അമ്മായി ആവാം, അങ്ങനെ ആരും ആവാം. അവർ മരിച്ചു കഴിഞ്ഞാൽ അവരെന്നെ നല്ലൊരു സംരക്ഷണത്തിൽ കൊണ്ടുപോയി അത് സെറ്റ് ചെയ്ത് വെക്കണം എന്നാണ് ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ അതിന് കൈ മുറിഞ്ഞു, കാല് മുറിഞ്ഞു, ഇപ്പം എനിക്കാ പറ്റിയെന്ന് വെച്ചാൽ വേറെ ആൾ കൊണ്ടുപോയില്ലേ? അപ്പൊ ആരെങ്കിലും ഒക്കെ വേണ്ടേ നമുക്ക് സമൂഹത്തിൽ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? സ്റ്റേഷൻ പോലീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും മനുഷ്യരാണ്. കാക്കിയിട്ടത് കൊണ്ട് അവർക്ക് മനുഷ്യരല്ല, എനിക്കിത് എടുത്താ അവരൊക്കെ അത് സഹിച്ചും എല്ലാം സഹനശക്തി വരുത്തിയിട്ട് എടുക്കുന്നവരാണ്. ഇപ്പൊ ഡോക്ടർ ഇപ്പോൾ നമ്മൾ പിന്നെ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്, അവരെല്ലാം പഠിച്ചു വരണു. പഠിച്ചിട്ട് നമുക്ക് ആ പേടി മറപ്പുകളൊക്കെ തീർന്നാലും ഒരു മനുഷ്യനാണല്ലോ. അവർക്ക് വികാര വിചാരങ്ങളുള്ള ഒരു രക്തമോടുന്നൊരു ഞരമ്പുകളൊക്കെ ഉള്ളൊരു മനുഷ്യനല്ലേ. അതുപോലെ തന്നെ ഞാനും. ഇപ്പോൾ പോലീസുകാർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെല്ലണു, അവരെടുക്കണു, പാക്ക് ചെയ്യണു. ചോദിക്കാറുണ്ട് പോലീസുകാരോട് ആരെങ്കിലും, നിങ്ങൾ ആ ബോഡി എടുത്തോ, ഈ ബോഡി എടുത്തോ? ചീഞ്ഞത് 4-5 ദിവസം 10 ദിവസമൊക്കെ ചീഞ്ഞ ബോഡികളാണ് സാറന്മാരെടുക്കുക. അവർക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ടാവും. എന്തൊക്കെ പ്രശ്നങ്ങളും മനപ്രയാസങ്ങളും പോലീസുകാർ അനുഭവിക്കുന്നുണ്ട്.
ആരെങ്കിലും ഏതെങ്കിലും ചാനലുകാരോ അല്ലെങ്കിൽ വേറെ വല്ലവരും ചെന്നിട്ട് സാറിന് അതെടുത്തപ്പോൾ ബുദ്ധിമുട്ടുണ്ടായോ ഇതെടുത്തപ്പോൾ ബുദ്ധിമുട്ടോ, അവരൊക്കെ മനുഷ്യന്മാരാ. പക്ഷെ അവരവരുടെ ഡ്യൂട്ടി ചെയ്യണു. ആരും അവരെ പറ്റി ചിന്തിക്കാറില്ല. അവരുടെ വിഷമങ്ങളും മനസ്സുകളും ബുദ്ധിമുട്ടുകളും ഒന്നും ചിന്തിക്കാറില്ല. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ലത് ചെയ്യണു. സാറന്മാരെന്നൊക്കെ പറയുമ്പോൾ പോലീസുകാരെന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ ചെയ്യണതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അവർക്ക് ശമ്പളത്തിനേക്കാളും ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജോലി ചെയ്യുക ശമ്പളം ഇപ്പോൾ ഗവൺമെന്റ് ആണെങ്കിലും എവിടെയാണെങ്കിലും കിട്ടും. അതിൻ്റെ ഇരട്ടി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇപ്പൊ രാത്രി ഫുള്ള് ഉറക്കൊഴിച്ച് ഇപ്പൊ പണ്ടത്തെ കാലഘട്ടങ്ങളല്ല ഇന്ന്. വെട്ട് കുത്ത് കൊലപാതകം. പോലീസുകാർക്ക് കസേര എന്താന്ന് കാണാൻ പറ്റില്ല. ഒരു സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ അവർക്ക് സമയം കിട്ടില്ല. അതിന്റെ ഉദ്യോഗസ്ഥന്മാരാരാച്ചാല് ആരായാലും ആ സാറന്മാർക്ക് മേലേന്ന് വിളി വരും, അവിടുന്ന് വിളി വരും, അവിടെ മരിച്ചു ഇവിടെ മരിച്ചു, അവിടെ വെട്ടി മയക്കുമരുന്ന്. സ്റ്റേഷനിൽ അങ്ങോട്ട് ചെന്ന് നോക്കണം. ഇരിക്കാൻ കൊണ്ടുവന്ന് വെച്ച ചായ കുടിക്കാൻ അവർക്ക് നേരം ഉണ്ടാവില്ല. നമ്മൾ അന്വേഷിക്കാറില്ല. അപ്പോഴെന്തേലും എൻ്റെ വീട്ടിൽ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ പോലീസിലേക്ക് വിളിക്കും. 2 മിനിറ്റ് വൈകിയാൽ പറയും ഇവരൊക്കെ എവിടെയായിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു. റോട്ടിലൊരു തിരക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പോലീസുകാരില്ല. കാരണം അവരുടെ ബുദ്ധിമുട്ടുകൾ ആരും മനസ്സിലാക്കുന്നില്ല. അപ്പൊ അവര് 5 ദിവസം 10 ദിവസം ഇതായ ബോഡി ഇപ്പൊ രാത്രി നൈറ്റ് ഫുള്ളിരുന്ന ഒരുപാട് രാത്രിയാണെങ്കിലും ചേച്ചിക്കൊക്കെ പെട്ടെന്ന് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പോവേണ്ടി വരാം. 2 മണിക്ക് 1 മണിക്കാണെങ്കിലും 2 മണിക്കാണെങ്കിലും നമ്മൾ പോവും. രാത്രി സ്റ്റേഷനാണ് അധികം വിളിക്കാറുണ്ട്. എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടാവും. എപ്പോഴും കണക്ഷൻ. ട്രാഫിക്കിലല്ലേ വർക്ക് ചെയ്തിട്ടുള്ളത്? ഇടയ്ക്ക് വർക്ക് ചെയ്യാറുണ്ട്. തിരക്ക് വരണ സമയത്ത് ഇടയ്ക്ക് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിപ്പോ ഞാനൊരു ആക്സിഡന്റാന്ന് വിചാരിച്ചിട്ടും പോയി നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഞാനൊരു എൻ്റെ ഷോപ്പ് ടൈലറിംഗ് ഷോപ്പ് നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങിയിട്ട് ഒരു 10 മിനിറ്റോളം ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും വണ്ടികൾ മൂവ് ചെയ്യുന്നില്ലേ, മൊത്തം തിരക്കാം. അപ്പൊ എന്റെ മനസ്സിൽ മൊത്തം ആക്സിഡന്റ് സംഭവിച്ചു എന്നാണ്. നമ്മുടെ മനസ്സിൽ അങ്ങനെയല്ലേ വരിക. അപ്പൊ ഞാൻ അപ്പുറത്ത് കൂടെ ഓവർടേക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായി പോവാനുള്ള ഗ്യാപ്പില്ല. വണ്ടി അവിടെ കൊണ്ടുപോയിട്ട് ചെറിയൊരു മഴയുണ്ട്, കോട്ടൊക്കെ ഇട്ടുണ്ടായിരുന്നു, ഹെൽമെറ്റൊക്കെ അവിടെ വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്ന റോഡിൽ ആ റോഡിൻ്റെ അവിടെ വണ്ടികൾ കുടുങ്ങിയിട്ട് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം അന്ന് 8-8:15 ആയിരിക്കണം. അപ്പൊ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ കണക്റ്റഡ് അല്ല. പിന്നെ അവിടുത്തെ എന്തോ പ്രശ്നം, എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നം നടന്നിട്ട് സാറന്മാരൊക്കെ ഓരോ തിരക്കിലും കാര്യങ്ങളും വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ അവിടെ ഒന്നാമത് അതുമില്ല. അപ്പൊ നമ്മൾ അതൊന്നും നോക്കിയില്ല. ജാമാണ്, വണ്ടികൾ മൊത്തം ജാമാണ്. പിന്നെ സത്യത്തിൽ എന്താണെന്നറിയോ, ആരും റിസ്ക് എടുക്കാൻ തയ്യാറല്ല. എനിക്ക് ആദ്യം പോകണം. അത് ട്രാഫിക് ആയാലും വേണ്ടില്ല, ആര് മരിച്ചാലും വേണ്ടില്ല, ഏത് ആംബുലൻസ് വന്നാലും വേണ്ടില്ല, എൻ്റെ കാര്യം ഞാൻ നോക്കിയിട്ട്. ഇപ്പോൾ അവിടെ റോഡ് ബ്ലോക്ക് ആയാലും വേണ്ടില്ല, ഞാൻ ഒരു വണ്ടി കാരണം 3 റോഡ് ബ്ലോക്ക് ആവും. അപ്പോൾ സിഗ്നൽ തെറ്റിച്ചിട്ട് ഒരുത്തൻ നേരെ അങ്ങോട്ട് കയറിപ്പോവും. അപ്പോൾ സിഗ്നൽ തെറ്റിച്ച് കയറിയ കറക്റ്റ് സിഗ്നലുള്ള അവിടെ നിന്ന് കയറി വരുമ്പോൾ അവിടെ നിന്ന് പോയിട്ടുണ്ടാവില്ല, അവിടെ നിന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരുത്തനാണ് അതിൻ്റെ കാരണക്കാരൻ. ആ കാരണക്കാരൻ ചിന്തിച്ചാൽ മതി. അത് ഞാനായിരിക്കാം, ഇയാളായിരിക്കാം, മറ്റാളായിരിക്കാം. ചിന്തിച്ചാൽ മതി. റോഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിന് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അതിനിടയിൽ കൂടെ ഒരു ആംബുലൻസ് വന്നാൽ ഈ റോഡ് ബ്ലോക്ക് ആക്കിയവൻ്റെ വീട്ടുകാരാണെങ്കിലോ ആരും ആവാലോ. അപ്പം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, സമൂഹത്തിന് ദോഷം വരാത്ത കാര്യങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കുറേ ഒഴിവാകും. അപ്പം അന്ന് അങ്ങനെ ഞാൻ റോഡിൽ ഇറങ്ങി ബ്ലോക്കൊക്കെ തീർത്തു. ഒരു 1-1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പം അതിനിടയ്ക്ക് ആരോ വീഡിയോ എടുത്തു. എനിക്കച്ച് ഈ വീഡിയോ കാര്യങ്ങൾ അങ്ങനെയൊന്നും താല്പര്യമില്ല, ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല. മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതങ്ങനെ വൈറലായതിന് മാത്രം ആരോ ഫോട്ടോ എടുത്തിട്ട്, ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല. പോണ പോക്കിൽ ആരെങ്കിലും വീണിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്, പൈസ കൊടുത്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട്. പിന്നെ എല്ലാവർക്കും പേടി എന്താണെന്നറിയോ, ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അതിനുവേണ്ടി പൈസയുടെ അല്ല, ഹോസ്പിറ്റലിൽ ചെന്നാൽ അവര് വിളിപ്പിക്കോ, പോലീസുകാർ വിളിപ്പിക്കോ, അതൊക്കെ അതുണ്ടായിരുന്നു പണ്ടൊക്കെ. 2019 മുതൽ സുപ്രീം കോടതിയുടെ ഓർഡർ വന്നിട്ടുണ്ട്, കൊണ്ടുപോയി ഹോസ്പിറ്റലാക്കിയാൽ മതി, അതിന്റെ ഉത്തരവാദിത്തങ്ങളും ബാക്കിയുള്ളതൊക്കെ സ്റ്റേഷനും കാര്യങ്ങളും നോക്കും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നമ്മുടെ പേർക്ക് അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ കൂടി നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല, നമ്മളൊന്ന് സ്റ്റേഷനിൽ പോവുക, കോടതിയിൽ പോയാൽ ഇപ്പം എന്താ കുഴപ്പം? ഒരാളുടെ ജീവൻ രക്ഷിച്ചു എന്നുള്ളത് നമുക്കൊരു സന്തോഷമല്ലേ. ഞാൻ അങ്ങനെയൊന്നും നോക്കാറില്ല. ഒരാളെ ആക്സിഡന്റ് ആയി, നിയമത്തിന് പിന്നെ നമ്മൾ ചിലപ്പോൾ 10 പ്രാവശ്യം പോലീസ് വിളിക്കും, കോടതിയിൽ വിളിക്കും, ഒക്കെ വിളിച്ചാലും നമ്മുടെ ഒരു ആത്മസംതൃപ്തി എന്താ, അയാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു, അയാൾ ഹോസ്പിറ്റലിൽ പോയി, സ്റ്റേഷനിൽ വന്ന് പറയാം സാറേ എങ്ങനെ കിടന്നുണ്ടായിരുന്നു, ഞാൻ കൊണ്ടുപോയി. സാർ അത് മനസ്സിലാക്കുന്നല്ലേ അവരൊക്കെ. അവർക്കൊക്കെ സന്തോഷമുള്ള ഒരാളെ ജീവൻ രക്ഷിച്ചുല്ലോ അവരെന്നല്ലേ ആലോചിക്കുള്ളൂ. ഇപ്പോഴത്തെ സമൂഹത്തിന് അതൊന്നും താല്പര്യമില്ല. ചേച്ചിക്ക് ഇത്രയും നാളുകളായിട്ട് കുറേ അധികം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ അധികം കഥകൾ, കുറേ ആളുകളുടെ കഥകൾ ചേച്ചി അറിഞ്ഞിട്ടുണ്ട്. അപ്പം ചേച്ചിക്ക് അതിനകത്ത് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടുള്ള ഏതെങ്കിലും, എല്ലാം വിഷമം തന്നെയാണെന്നറിയാം, മരണം എന്ന് പറയുന്നത് വിഷമം പിടിച്ചൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ചേച്ചിക്ക് മനസ്സിൽ തട്ടി ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
മനസ്സ് തട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെറിയ പിള്ളേരടക്കം റെയിൽവേയിൽ ട്രാക്കിൽ ചാടി മരിക്കണം. മരണം ഒന്നിനും പരിഹാരമല്ല. ചിലവരും മയക്കുമരുന്ന് MDMA ഒക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. വീട്ടിൽ നല്ല കുട്ടികളായിരിക്കാം, പുറത്ത് കൂട്ടുകെട്ടിട്ടൊക്കെ ചേട്ട് ആത്മഹത്യ ചെയ്യുന്നു, മരിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു മാനസിക സങ്കടവും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. വഴിയരികിൽ കിടക്കുന്ന ആൾക്കാർ കിടക്കണ സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കാതിരിക്കുക. ചിലപ്പോൾ അയാൾ മദ്യപിച്ചിട്ടാണാവും ചിലവർ പറയുക. അത് ആയിരിക്കാം ചിലപ്പോൾ, അതല്ലെങ്കിൽ കുഴഞ്ഞു വീണതായിരിക്കാം. ഒരുപാട് ആൾക്കാർ നോക്കാതെ ഇന്നും സമൂഹത്തിൽ മോളെ പോകുന്നുണ്ട്. ഇപ്പം ഈയിടെ ഡിസംബർ 8-ാം തീയതി ഒരാള് വെച്ചാൽ ഡിസംബർ 8-ാം തീയതി ഞങ്ങളുടെ NSSന്റെ കരയോഗത്തിൽ ഞങ്ങളുടെ കുടുംബസംഗമം നടക്കുകയാണ്. അപ്പം അന്ന് തന്നെ ഒരു ആദരിക്കലും അങ്ങനെയുള്ള ഞങ്ങളുടെ കുടുംബ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 8-ാം തീയതി പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ശേഷം എനിക്കൊരു വിളി വരികയാണ്. അങ്ങനെ ഒരാൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ കിടക്കുന്നുണ്ട്, പിന്നെ മാഡം ഒന്ന് വരാൻ പറ്റുമോന്ന്. ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞൊന്ന് പോയിട്ട് വരാമെന്ന്. കാരണം നമുക്ക് ആരാണോ എന്താണെന്നോ എന്താ ആവശ്യമൊന്നും അറിയില്ല. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചിട്ടാണ് വിളിച്ച് പറഞ്ഞു. അപ്പം അങ്ങനെ അവിടെ അന്വേഷിച്ചപ്പോൾ ഈ ആള് 4 ദിവസമായി ഇത്ര അവിടെ കിടക്കുന്നു. വഴിയരികിലെ പിന്നെ ഹോസ്പിറ്റലിന്റെ മതിലും റെയിൽവേ സ്റ്റേഷന്റെ മതിലും ഒന്നാണ്. അപ്പോൾ പക്ഷെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഇങ്ങോട്ട് ചെറിയൊരു ഗ്യാപ്പുള്ളൂ, അപ്പുറത്തേക്ക് പോകാനുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ. ആ വഴിയിൽ കൂടെ പോകണമെങ്കിൽ അപ്പുറത്ത്. അപ്പോൾ ഈ 4 ദിവസം കിടന്നിട്ടും ഒരു കരുണുള്ള മനുഷ്യൻ അയാളെ കടന്നു പോയിട്ടില്ല. പോകുന്ന ആൾക്കാർ ഇയാളെ കാണുന്നുണ്ട്, ഇയാളെ അപ്പിട്ടിട്ടുണ്ട്, മൂത്രമൊഴിച്ചിട്ടുണ്ട്, മലമൂത്ര വിസർജനം മൊത്തം നടത്തി ചുരുണ്ട് കിടക്കുന്നു. ഒരു ജീവനുള്ള ഒരു മനുഷ്യനാണ്. അയാളൊരു അച്ഛനായിരിക്കാം, പിന്നെ മകനായിരിക്കാം, മക്കളുള്ള ആളായിരിക്കാം, എന്തൊക്കെ എല്ലാം ഉള്ളൊരു മനുഷ്യൻ വന്ന് കിടക്കുന്ന 4 ദിവസം പോയിട്ട് കരുണയില്ലാത്തൊരു ആള് 5-ാമത്തെ ദിവസം ഒരു കരുണുള്ള മനുഷ്യൻ ഇതിൽ പോയി. ആ കരുണ കൊണ്ടാണ് അയാൾ റിപ്പോർട്ട് ചെയ്ത് സ്റ്റേഷനിൽ വിളിച്ച് ചെന്ന് നോക്കിയപ്പോൾ 108 വിളിച്ചു. ഞാൻ അവിടെ നിന്ന് എത്തുന്നതിനപ്പോൾ തന്നെ 108 വിളിച്ച് 108 ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പിന്നെ ചെന്നപ്പോൾ ഇയാളുടെ കട്ടിലിൽ കിടത്തി ഗ്ലൂക്കോസൊക്കെ കൊടുത്ത് ചെന്ന് ഞാൻ ഇങ്ങനെ മലർത്തി അയാളെ നോക്കിയപ്പോൾ ഞാൻ സ്ഥിരം ടൗണിൽ കാണുന്ന ഒരാളാണ്. കാണുന്ന വെച്ചാൽ അമ്പലത്തിൽ പന്തക്കിൽ ഗുരുവായൂർ അമ്പലത്തിലെ ഭക്ഷണം, അങ്ങനെ കൈത്തള്ളി അമ്പലങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ വരാറുണ്ട്. അപ്പം ഞാനവിടെ ഭക്ഷണം കമ്മിറ്റി അങ്ങനെ ഭക്ഷണം വിളമ്പാറൊക്കെ ഉണ്ട്. അവിടെ ചെന്ന സമയം അവിടെ നിന്ന് അയാളെ മാത്രം പിടിച്ചിട്ട് ഈ ജായ വടി കുത്തിയ ഒരാളാണ് തിണ്ടത്തിരിച്ച് ഭക്ഷണം കൊടുക്കാറുണ്ട്. ഇയാൾ 2 വർഷമായിട്ട് പട്ടാമ്പിയിൽ വന്നിട്ട് ഭിക്ഷ യാചിച്ച് ഭക്ഷണം കഴിക്കുക. മക്കളൊക്കെ ഒഴിവാക്കി എസ്റ്റേറ്റിൽ സൂപ്പർവൈസർ ആയിരുന്നു അത്രേ. ആരും ഇല്ലാതെ അങ്ങനെ ഒരു ആളെ എനിക്കറിയാം, ഞാൻ കാണുമ്പോൾ ചോദിക്കാറുണ്ട് അങ്ങനത്തെവരോട്. അപ്പോൾ അയാൾ കട്ടിലെടുത്ത് ഗ്ലൂക്കോസൊക്കെ എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മുത്തശ്ശ എന്താ എന്ന് വെച്ചപ്പോൾ ഇങ്ങനെ കാണിച്ചു, ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായി എന്ന്. നമ്മളൊക്കെ കഴിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഒരു 1000-കണക്കിന് ആൾ റെയിൽവേയിൽ കൂടെ പോകുന്ന സ്ഥലമാണ്, വിജനമായ സ്ഥലത്തല്ല അയാൾ കിടന്ന്. ഈ 4 ദിവസം ഒരു 1000-കണക്കിൽ പോയ ഒരാൾക്ക് തോന്നിയാൽ മതി, എൻ്റെ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും, ഹോസ്പിറ്റലാക്കാമായിരുന്നു. തോന്നിയിട്ടില്ലേ 4 ദിവസം? ഒന്നുമില്ല, അങ്ങനെ കിടക്കണോ? എന്നിട്ട് അയാളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഞാൻ ആ രാജേഷ് എന്ന് പറഞ്ഞ ഒരാളൊരു സെക്യൂരിറ്റി ഉണ്ട്, അയാളോട് പറഞ്ഞു ചേട്ടൻ ഇവിടെ കിടക്കട്ടെ, ഇപ്പം വരാമെന്ന് പറഞ്ഞു. വീട്ടിൽ പോയി. അപ്പം ഞാൻ ചോദിച്ചു എന്തെങ്കിലും കഴിക്കുമോ ചോദിച്ചു. അപ്പോൾ ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്ത് കൊണ്ടുപോയി ഷോപ്പിൽ നിന്ന് ചായയും പലഹാരമൊക്കെ വാങ്ങി ഹോസ്പിറ്റലിലെത്തി. ഞാനും ഈ രാജേഷ് ഏട്ടനും കൊണ്ടുപോയി ബാത്റൂമൊക്കെ കൊണ്ടുപോയി പറയാൻ നമുക്ക് ആഗ്രഹമില്ല, പക്ഷെ ഇനിയും ഇത് കേട്ടാൽ ആരെങ്കിലും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചാണ്. അല്ലാതെ ഞാൻ ചെയ്ത മഹിമ പറയല്ല, അത് പറഞ്ഞാൽ ഞാൻ ചെയ്തതിൻ്റെ ഫലം പോയി. പക്ഷെ ഇനിയെങ്കിലും ആരെങ്കിലും ഒക്കെ കണ്ണു തുറക്കണം, ആരും ഇല്ലാത്തവർക്ക്. എനിക്കും നാളെ ഈ ഗതി വരാം, ആർക്കും വരാം. അപ്പോൾ അങ്ങനെ ഭക്ഷണം ചെന്നു, അവിടെ കൊണ്ടുപോയിട്ട് ബാത്റൂമിലിരുത്തി. നമ്മുടെ അച്ഛനെയും നമുക്ക് കുളിപ്പിക്കാമല്ലോ. അപ്പോൾ ഈ രാജേഷ് ചേട്ടനൊക്കെ സഹായിച്ച് അയാൾ സോപ്പൊക്കെ എടുത്തോടന്ന് കുളിച്ച് ഫ്രഷായിട്ട് പുറത്തേക്ക് വന്ന് ബെഡിലിരുത്തി കൊണ്ടുപോയ ഭക്ഷണം അയാൾ കഴിച്ചു. ഈ ഒരു ഗ്ലൂക്കോസും കിടത്തിയിട്ട് ഈ 108 ആംബുലൻസിൽ കൊടുന്ന വ്യക്തിനെ നടത്തി കൊണ്ടുപോയി. മണിക്കൂർ 3 ഉണ്ടായുള്ളൂ. അപ്പം അത് എനിക്ക് ചെയ്യാമെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ആർക്കും ചെയ്യാം. കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ആ ഒരു തലമുറയിലുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടി അതിനോടുള്ള ഒരു താല്പര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു സഹായിക്കണം എന്നുള്ളൊരു കാര്യം ഉണ്ട്. മറ്റുള്ളവർ എന്താണെന്ന് എനിക്കറിയില്ല, ബാധ്യതയാവോ, പൈസ ചെലവാവോ, സമയം വേസ്റ്റ് ആവോ, എന്താണെന്നറിയില്ല. ഇപ്പോൾ അയാൾ ആരോഗ്യവാനായിട്ട് ടൗണിൽ കൂടെ നടക്കണു. ഇന്നലെയും കൂടി കണ്ട്, ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ കണ്ടില്ല. അപ്പോൾ ആ ഷോപ്പിലത്തെ ആൾ പറഞ്ഞു, വിളിക്കണോ ചേട്ടൻ എന്ന്.
വിളിച്ചു കണ്ടു, പിന്നെ ഒരു ഭക്ഷണം കഴിച്ചു ചോദിച്ചു, ഇല്ല കഴിക്കാൻ പോണു പറഞ്ഞു, ഇങ്ങനെ പൈസ ഉണ്ടോ ചോദിച്ചു, ഇപ്പം ഉണ്ട് പറഞ്ഞു. അപ്പൊ ആ കിട്ടുന്ന ഒരു നിർവൃതി എനിക്ക് വേറെ എന്ത് ഞാൻ ഭക്ഷണം കഴിച്ചാലും കൂടി കിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, ഇപ്പം ചേച്ചിയുടെ മിക്കവരും ചോദിച്ചിട്ടുള്ളതായിരിക്കും, ആത്മാവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോ പേടിയുള്ള ഒരു ഭാഗം കൂടെ അതിനകത്തുണ്ട്. അപ്പൊ ചേച്ചിക്ക് എപ്പോഴെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടില്ല? ഇതുവരെ ആത്മാവ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരിക്കാം, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ആ മനുഷ്യൻ ആത്മാവായി പോകുന്നതിന്റെ മുമ്പ് ഇപ്പൊ നമ്മുടെ വീട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവാണ് പറഞ്ഞിട്ട് നമ്മൾ കുറെ വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്, നമ്മൾ പുഴയെ കൊണ്ടുപോയിട്ട് വെളിയിടണോ, അത് നമ്മുടെ വിശ്വാസം, കാരണന്മാര് തരുന്ന വിശ്വാസം. പക്ഷെ അങ്ങനെ എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ വീട്ടിൽ കിടക്കുമ്പോൾ അവർക്കൊരു നേരം ആഹാരം കൊടുക്കാതെ ഞാൻ പുഴയെ കൊണ്ടിട്ടിട്ട് എന്താ മോളെ കാര്യം ഉണ്ടോ? ഇല്ലല്ലോ. അതല്ലാതെ ഞാൻ എൻ്റെ പവറിന് എനിക്ക് ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾക്കും എനിക്ക് വലിയ പേരെടുക്കാനും വേണ്ടിയിട്ട് അച്ഛനും അമ്മേനൊന്നും ഫോട്ടോ എടുത്ത് അയച്ച് മരിച്ചു കഴിഞ്ഞിട്ട് കുറേ സദ്യ നടത്തിയിട്ടും ഐവർമഠത്തിലാണ് ചെയ്തെന്നും ഞാൻ അവിടെ പോയിട്ട് പാവപ്പെട്ടവർക്ക് കുറേ കൊടുത്തു എന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അച്ഛനെ ആണെങ്കിലും അമ്മയാണെങ്കിലും നമ്മുടെ സമൂഹത്തിനാണെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് ആൾക്കാർ പട്ടിണി കിടക്കണ്ടാവും. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ എൻ്റെ വീട്ടിലാണെങ്കിലും ആരുടെ വീട്ടിലാണെങ്കിലും ഞാൻ ഹൈ പൊസിഷനിലാണെങ്കിലും എൻ്റെ തലമുറ ഒരു 4 തലമുറ എടുത്താലും പാവപ്പെട്ടവരുണ്ടാവേ. അവരുടെ കുട്ടികൾക്കോ പഠിക്കാനോ ഭക്ഷണമോ എന്തെങ്കിലും കൊടുത്താലും അതും ഒരു പുണ്യാണ്. വിധവയാള സ്ത്രീകളുണ്ടാവും, അടുത്ത വീട്ടിൽ വിധവയായ സ്ത്രീകളുണ്ടാവും. നമ്മുടെ മാനം കൊണ്ട് നമ്മൾ ചോദിക്കില്ല, അഭിമാനം കൊണ്ട് അവരെയൊക്കെ തിരഞ്ഞെടുത്ത് നമ്മൾ അവർക്കൊക്കെ സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യുക. പിന്നെ ഇപ്പോൾ റെയിൽവേ ട്രാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ ആളില്ല, ഉണ്ടെങ്കിലും എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറും. മറ്റുള്ളവരെന്നെ സഹായിക്കുക, അവരെന്നെ സ്നേഹമായിട്ട് പെരുമാറുക. ചേച്ചി നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളിൽ അതിനകത്ത് എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനാഥരായിട്ടുള്ള ആളുകളാണെങ്കിലും അവരുടെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി അതിൻ്റെ ചിലവെടുത്ത് നടത്തുന്നുള്ളത്. അപ്പോൾ ചേച്ചി അതെങ്ങനെ മാനേജ് ചെയ്യുന്നത്? കാരണം എല്ലാവർക്കും പറ്റില്ല എന്ന് എനിക്കറിയാം. കാരണം പൈസ ചിലവാക്കാനുള്ള മടിയുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ സഹായിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ചേച്ചി ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കുമല്ലോ ഇതൊക്കെ. അപ്പോൾ ചേച്ചി അതെങ്ങനെയാ? ഇപ്പോൾ പരിചയമില്ലാത്ത പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 1-2 അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെല്ലണ സമയത്ത് ഒന്നെങ്കിൽ അതിൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ അതിൻ്റെ ഭാര്യയോ മരിച്ചവരുടെ ആരെങ്കിലും അന്യനാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നോ ഹിന്ദിക്കാരോ ആരെങ്കിലുമൊക്കെ ഇവിടെ വന്നുകൂടി മരിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിലും പുറമ്പോക്കിൽ ജീവിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വാടക കൊടുത്തിരിക്കാവും. ഈ മരിച്ചിട്ട് കൊണ്ടുപോയി 4,000 രൂപയൊക്കെ ചിലവാക്കുക അവരുടെ അടുത്ത് ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾക്ക് ഇവിടെ നൗഷാദ് ആംബുലൻസ് പറഞ്ഞിട്ട് ഒരു ആംബുലൻസ് ഉണ്ടാവും, സേവന ഹോസ്പിറ്റലിൻ്റെ അവിടെ ഓടുന്ന കുട്ടിയാണ്. അവനെ ഏത് സമയത്ത് വിളിച്ചാലും ആ കുട്ടിയുടെ വണ്ടി ഓട്ടത്തിലാണെങ്കിൽ നമുക്ക് വേറെ വണ്ടി വിട്ട് തരും. ആംബുലൻസിന്റെ ഒരു ഭാഗം അവൻ 3/4 ഭാഗത്തോളം നമുക്ക് ലെസ് ചെയ്ത് തരും. ആ പെട്രോൾ അടിക്കേണ്ട പൈസ മാത്രമേ ഞാൻ കൊടുക്കാം, വേറൊരാൾ വിളിച്ചാൽ ചെയ്തോളന്നില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ ഏർപ്പെടുകയാണെങ്കിൽ ആ പെട്രോൾ അടിച്ചു കൊടുത്താലും 3000 ഉള്ളത് 500, 600, 1000 കൊടുത്താലും ആ ഭാഗം ക്ലിയർ ആയി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ സംസ്കാരത്തിന് ചെന്ന് കഴിഞ്ഞാൽ ഇവര് ചെന്ന 5,000, 6,000 ചോദിച്ചാൽ ഒരു 3000 കൊടുത്താലും നമ്മൾ കൊടുക്കണതല്ല. അവര് ചേച്ചി തന്നില്ലേലും കുഴപ്പമില്ല അവർ, അത് പക്ഷെ ഞാൻ കൊടുത്തിരിക്കും. കാരണം അവർക്കത് അവര് ജോലിയാണ്, അവരുടെ കാര്യങ്ങളൊക്കെ അവർക്കും വേണ്ടേ, അവര് ചെയ്യുന്നത് അവരുടെ ജോലിയാണ്. അപ്പൊ അതിനൊക്കെ അതിനൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വഴിയായിട്ട് ഭഗവാൻ തന്നിരിക്കും. ഇപ്പൊ നമുക്കിപ്പോ ഒന്നും വേണ്ട, അപ്പൊ ഞാൻ തട്ടിത്തടഞ്ഞ് വീണൊരു ഹോസ്പിറ്റലിൽ പോയാൽ 2,000 ചെലവാവില്ലേ? ആ വീഴ്ച ഇല്ല എന്നാണ് വിചാരിച്ച പോരെ. ഞാൻ വീണിട്ടില്ലേക്കൊന്നും പറ്റിയിട്ടില്ല, അത് കർമ്മത്തിന്റെ അതപ്പോ കർമ്മഫലമായിരിക്കും. ഇപ്പൊ എനിക്കൊന്നും പറ്റണില്ല, അസുഖമില്ല, മരുന്നില്ല, ഒന്നും കഴിക്കണമെന്നില്ല, ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അതിപ്പോ എനിക്ക് സേവനെ പോയി 2 ദിവസം കഴിച്ച മരുന്നിന്റെ അയാൾക്ക് കൊടുത്തു. ഇനിയിപ്പോ നാളത്തേക്ക് എടുത്തേക്കാൻ പറ്റുമോ ഒരു ബോഡി? അവരുടെ അമ്മയുടെ ഒരു ദിവസം ഒരു ആളെ ഇവിടെ മരിച്ചിട്ട് കൊണ്ടുപോകാൻ വണ്ടിയില്ല, ആളില്ല, അങ്ങനെ മരിച്ചിട്ട് ഹോസ്പിറ്റലിൽ ട്രെയിൻ തട്ടി മരിച്ചതാണ്. അത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ കൊണ്ടുപോകാൻ ആളില്ല, അവിടെ മോർച്ചറി കൊണ്ടൊക്കെ ആളില്ല, നാട്ടിലാരും ഇല്ല, ഏതോ ഒരു നാട്ടിലാണ് അവര്, ഇതൊരു സ്ഥലപ്പേര് പറഞ്ഞു. അപ്പൊ അവർക്ക് കൊണ്ടുപോകാൻ അമ്മയച്ച ഭയങ്കര കരച്ചിൽ. ഞാൻ അമ്മേനെ തട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അമ്മ ഒരു വിഷമിക്കണ്ട, മരിച്ചത് പോയി, അമ്മേനെ എങ്ങനെയെങ്കിലും ഞങ്ങൾ നാട്ടിലെത്തിക്കാം, നാടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇവിടെയെങ്കിലും ജീവിക്കാലോ. അപ്പൊ പറഞ്ഞു, ഇത് സംസ്കാരം നടത്താനുള്ളത് ഒന്നും അറിയണ്ട, ഞങ്ങളുടെ കൂടെ വണ്ടിയിൽ കയറിയിരുന്നാൽ മതി, അതിന്റെ എല്ലാ ചെലവുകളും ഞാൻ വഹിച്ചിരിക്കും അങ്ങനെ പറഞ്ഞു. മുനിസിപ്പാലിറ്റിയിലൊക്കെ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റീനൊക്കെ അനുവദിച്ച് തരുമൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ചെറിയ റെയിൽവേ സ്റ്റേഷൻ തട്ടിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, മോർച്ചറിയിൽ വെക്കും. ആളുകൾ ഉണ്ടെങ്കിൽ അവരിവിടെ വന്നിട്ട് പിന്നെ ബോഡി ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ചിലവുകളൊക്കെ അവർ വഹിക്കും. ഇതില്ലാതെ
പാലക്കാട്ടേക്ക് അയക്കും. പാലക്കാട്ടേക്ക് അയച്ച് 4 ദിവസം പേപ്പറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആളില്ലെങ്കിൽ 5-ാമത്തെ ദിവസം ഇവിടെ പാലക്കാട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് നമ്മൾ എഴുതി കൊടുക്കുകയാണെങ്കിൽ, ഹോസ്പിറ്റൽ ലെറ്ററും പോലീസിൻ്റെ ലെറ്ററൊക്കെ ആണെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് നമുക്ക് അനുവദിച്ച് തരും, അനുവദിച്ച് തരാറുണ്ട്. പക്ഷെ അത് അനാഥകളായിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യുന്നൊരു കാര്യങ്ങളാണ്. മുനിസിപ്പാലിറ്റിക്കാരുടെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. കാരണം ചിലതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിയിക്കാറില്ല. എല്ലാത്തിനും ഇപ്പോൾ അവിടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമ്മൾ വലിയൊരു കാര്യം വരുമ്പോൾ ചെറിയ കാര്യങ്ങൾ കുറേ കൊടുത്തിട്ട് വലുതില്ലാതെ കണ്ടു. മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സപ്പോർട്ടിങ്, അത് പറയാതിരിക്കാൻ വയ്യ. പോലീസ് സ്റ്റേഷൻ, മുനിസിപ്പാലിറ്റി, റെയിൽവേ, ഹോസ്പിറ്റലുകൾ, ഇവരൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടിങ്. നമുക്ക് പറഞ്ഞാൽ ഞാൻ ചെല്ലണ സമയത്ത് സപ്പോർട്ടിങ്. ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ ആളില്ലാതെ കിടന്നിട്ടുണ്ടായിരുന്നു, ഒരു പയ്യൻ. അപ്പം അവന് എൻ്റെ ഒരു സംരക്ഷണത്തിലാണ്, സ്നേഹനിലയം എന്ന് പറഞ്ഞിട്ടൊരു സംരക്ഷണത്തിൽ 28 വയസ്സായ ഒരു പയ്യനെ ഞാൻ സംരക്ഷിക്കുന്നു. ഇപ്പം അവനുള്ളത് മെഡിക്കൽ കോളേജ് തൃശ്ശൂരാണ്. കാലിലെ കമ്പി പൊട്ടി, ഇപ്പോൾ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. പ്ലാസ്റ്ററും പൊട്ടി, ഇപ്പം അവൻ ആരും ഇല്ലാതെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. അവൻ്റെ മാറിക്കഴിഞ്ഞാൽ അവൻ ആരെങ്കിലും ഫോണിൽ എന്നെ വിളിക്കും. അപ്പം ഞാൻ ആംബുലൻസ് വിടും, എന്നിട്ട് അവനെ ഈ സ്നേഹനിലയത്തിൽ കൊണ്ടുവന്നാക്കി കൊടുക്കും. എൻ്റെ പ്രൊട്ടക്ഷനിലാണ് അവൻ പോകുന്നത്. ആരാന്നോ എന്താന്നോ ഒന്നും നമുക്കറിയില്ല. ഹോസ്പിറ്റലിന് വിളിച്ചതിനനുസരിച്ചിട്ട് നമ്മളതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ ചേച്ചിക്ക് ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പുരസ്കാരങ്ങൾ ഇതിൻ്റെ പേരിൽ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു? പുരസ്കാരങ്ങൾ പറഞ്ഞാൽ നമ്മുടെ പിന്നെ നാട്ടിൻപുറത്തുള്ള കുറേ പിന്നെ പുരസ്കാരങ്ങൾ ഇതായിട്ട്, പിന്നെ ചേംബറിന്റെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നാട്ടിലെല്ലാവർക്കും ചേച്ചിനെ അല്ലേ? നാട്ടിലെല്ലാവർക്കും ചേച്ചിനെ അറിയാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്നറിയാം, അങ്ങനെ ഒരു മേഖലയിൽ മേഖല പറഞ്ഞ മോളെ സ്നേഹം പറഞ്ഞതൊരു കാശ് കൊടുത്ത് കിട്ടില്ല. അതെ അതെ, സ്നേഹം പറഞ്ഞ പല തരത്തിലുണ്ട്. ആരെയും നമുക്ക് സ്നേഹിക്കാം. ഇപ്പൊ മോളേനെ സ്നേഹിക്കുന്നപ്പോ ഇന്ന് കണ്ടു, നമ്മൾ സ്നേഹിക്കുന്നു. പിന്നെ നമുക്ക് അച്ഛനായിട്ട്, അമ്മയായിട്ട്, ആങ്ങളായിട്ട്, ഏട്ടനായിട്ട്, സഹോദരനായിട്ട് സ്നേഹം പറഞ്ഞ പല രൂപത്തിലാണ്. ഞാൻ മോളേനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നുണ്ട്, അച്ഛനെ ഉമ്മ വയ്ക്കുന്നുണ്ട്, സഹോദരനെ ഉമ്മ വയ്ക്കുന്നുണ്ട്, ഒരു ഫ്രണ്ടിനെ കണ്ട ഉമ്മ. പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന വികാരങ്ങളാണ് ഇതൊക്കെ നല്ലതും ചീത്തയാക്കുന്നത്. നമുക്ക് വേണ്ടത് എടുക്കുക, വേണ്ടാത്ത കളയുക. അപ്പൊ എല്ലാവരും നമ്മളോട് ഹായ് പോയി എന്നൊക്കെ കൊണ്ട് സ്നേഹത്തിന്റെ അപ്പുറം ലോകത്തൊന്നും കൊടുക്കാനില്ല. ഒരാൾ വന്നിട്ട് ഓരോ വിഷമങ്ങളും, ഇപ്പൊ എന്നോട് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 8-10 വിളികൾ എനിക്ക് വരും. കുറെ ആൾക്കാർ വന്ന് കാണും. ചിലപ്പോൾ കുടുംബ പ്രശ്നങ്ങളായിരിക്കാം. കാരണം ഞാൻ വലിയ ആളായിട്ടൊന്നല്ല, എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഞാൻ അങ്ങനെ ഇത് തീർത്താ തീരും. ചേച്ചിയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു വിശ്വാസം, അത് കുറെ നമുക്ക് തീർക്കാനും പറ്റുന്നുണ്ട്. കുറെ മധ്യസ്ഥകള്, കുറെ കുടുംബ പ്രശ്നങ്ങള്, ചില ആരോടും പറയാൻ പറ്റാത്ത കുറെ പ്രശ്നങ്ങള്, സ്വത്തിന്റെ പ്രശ്നങ്ങള്, ഫാമിലിയിൽ ഭാര്യയും മക്കളും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങള്, അങ്ങനെ പല പല കോടതിയിൽ കുറെ കേസ് കൊടുത്തതിന്റെ പ്രശ്നങ്ങൾ, അവർക്കൊന്നും ആവുന്നില്ല പ്രശ്നങ്ങൾ, ഹോസ്പിറ്റലിന്റെ മരുന്നില്ലാത്ത കുറെ പ്രശ്നങ്ങൾ, അങ്ങനെ പ്രശ്നങ്ങൾ നാട്ടിൽ ഒരുപാട് ഉണ്ടാവും. അപ്പൊ കുറെ ആൾക്കാരൊക്കെ വരുമ്പോ നമുക്ക് ചെയ്ത് തീർത്തു കൊടുക്കാൻ പറ്റുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്, ചെയ്ത് കൊടുക്കാറുണ്ട്. അത് മുഴുവൻ പൈസ കൊണ്ട് തീർക്കുന്നതല്ല. നമ്മൾ വിചാരിക്കലോ പണം ഉണ്ടെങ്കിൽ എല്ലാം തീർക്കാൻ പറ്റുന്നു, അത് വെറുതെയാ. പണം കൊടുത്തൊന്നും വാങ്ങാൻ പറ്റുമായിരിക്കും, പക്ഷെ ചില കാര്യങ്ങൾ സ്നേഹം പണം കൊടുത്താൽ കിട്ടുമോ? ഇല്ല, കിട്ടില്ല. അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ ചെക്കന്മാരൊക്കെ പണം കൊടുത്തിട്ടൊക്കെ 10 ദിവസം 20 ദിവസം ഞാൻ സ്നേഹം നിലനിൽക്കും. അപ്പോൾ സ്നേഹത്തിനോ അല്ലെങ്കിൽ നമ്മൾ വിലമതിക്കാത്ത കുറേ ബന്ധങ്ങളുണ്ടാവും നമുക്ക് നാട്ടിൽ. ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു അഡ്വക്കേറ്റിനെ വിളിച്ചിട്ട് എനിക്ക് സംസാരിച്ച്, അല്ലെങ്കിൽ ഒരു സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടോ ഒരു പഞ്ചായത്തിലേക്ക് വിളിച്ചിട്ടോ വീടിൻ്റെയോ സ്ഥലത്തിൻ്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. അത് എവിടെ ചെന്ന് സംസാരിക്കണമെന്നോ ആരോട് പറയണമെന്നോ എന്ത് ചെയ്താലാണ് എൻ്റെ പ്രശ്നം തീരുക എന്നോ അറിയാത്ത കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പേപ്പറും ന്യൂസും എന്തുണ്ടെങ്കിലും അറിയാത്തതുണ്ട്. ഞാൻ ചെയ്തപ്പോൾ സമ്മതിക്കുമോ, അല്ലെങ്കിൽ എനിക്കതിൻ്റെ നീതി കിട്ടുമോ, അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ ഓരോ വഴിക്ക് പറഞ്ഞയക്കും, ഓരോ സ്ഥലത്തേക്ക് ചെന്ന് പറഞ്ഞയക്കും. അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ അതൊക്കെ കുറേ നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ കല്യാണം കഴിച്ചുകൊണ്ടായ അമ്മയായിരിക്കും അവിടുത്തെ പ്രശ്നം. മകളും മരുമകനും നന്നായി ജീവിക്കുകയാണെങ്കിലും ഈ മകളോട് ഈ അമ്മയും ചിലപ്പോൾ പറഞ്ഞു കൊടുക്കണ്ടാവും. ഈ അമ്മ കാരണം ചിലപ്പോൾ ആ ഭാര്യയും ഭർത്താവും എന്നും പ്രശ്നം ഉണ്ടാവും. അപ്പം ആദ്യം നമ്മൾ ആരെ പോയി കാണണ്ട, ഈ പെൺകുട്ടിയുടെ അമ്മേനെ. മകളും ഭർത്താവും സമാധാനമായിട്ട് എവിടെയെങ്കിലും ജീവിച്ചോട്ടെ, അടിയും പിടിയും പ്രശ്നങ്ങളും പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാവും. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അതവിടെ തീർന്നു. അതല്ലാതെ മകളെയും ഭർത്താവിനെയും വേറെ ആക്കണം നമ്മൾ ഒരിക്കലും പറയാറില്ല. അപ്പൊ സമൂഹത്തിൽ കുറെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പൈസ ഇല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്, കുറേ മധ്യസ്ഥകളുണ്ട്, കുറേ പ്രശ്നങ്ങൾ തീർക്കാം. 10-15 കൊല്ലത്തെ പ്രശ്നങ്ങൾ തീർക്കാറുണ്ട്. അതിന് നമുക്ക് ഒരുപാട് ആൾക്കാർ എല്ലാ ഭാഗത്തും നമുക്ക് നല്ല സപ്പോർട്ട്. ഭർത്താവും ചേച്ചിയുടെ ഭർത്താവും ഇങ്ങനെ സ്വഭാവം തന്നെയുള്ള ഒരാള് തന്നെയാണ്. എങ്ങനെ ഇപ്പൊ മരിച്ചു 15 വർഷമായി.
ഇതേപോലെ തന്നെ ആള് കുറച്ചും കൂടി ധാരാളിയായിരുന്നു, നല്ല കാശുണ്ടായിരുന്നു, പൈസ നല്ല ധാരാളിയായിരുന്നു. പിന്നെ ആർക്കാ എന്താ കൊടുക്കുക അങ്ങനെയൊന്നും. പിന്നെ നല്ല എല്ലാവരോടും നല്ല കരുണയും സ്നേഹവും ദയൊക്കെ ആയിരുന്നു. അത് കണ്ടിട്ട് തന്നെ ഞാനും അച്ഛമ്മയുടെ കൂടെ വളർന്നു. അച്ഛമ്മയാണ് ശരിക്കും ഒരു ഇൻസ്പിറേഷൻ. അച്ഛമ്മയുടെ കൂടെ വളർന്നതാണ്. ചെറുപ്പം ഒരു 5-6 വയസ്സ് മുതലൊക്കെ അച്ഛമ്മയുടെ കൂടെ വളർന്നിട്ടാണ് സ്നേഹവും ദയയും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും ബാധ്യതകളും അവരുടെ സ്നേഹിക്കണം എന്നും ഒക്കെ പറഞ്ഞത്. ചോറും ചോരയും ഒന്നാണ് അച്ഛമ്മ എന്ന് പറഞ്ഞു തന്നെ. ചോറും ചോരയും ഒന്നാണ്. അന്നത്തെ കാലഘട്ടങ്ങൾ അങ്ങനെയാണ്. അവിടുന്ന് വളർന്നു കഴിഞ്ഞ് പിന്നെ ഭർത്താവിന്റെ വീട്ടിൽ ചെന്നപ്പോഴും ഭർത്താവും അങ്ങനെയാണ് ഒക്കെ സ്നേഹവും ദയയും കരുണം കിട്ടുന്നതിനേക്കാളും കൂടുതൽ കൊടുക്കലാണ്. പിന്നെ മറ്റുള്ളവര് മൂപ്പരെ ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിലും എന്താണെങ്കിലും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി കൊണ്ടുകൊടുക്കുന്ന ഒരാളാണ്. അങ്ങനെ കണ്ടു വളർന്നാണ്. പിന്നെ മക്കളും പറഞ്ഞാലും എൻ്റെ മക്കൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞാലും അവർക്കും സ്നേഹവും ദയുള്ളവർ, അവരെ കയ്യിലുള്ളത് അവർ കൊടുക്കുള്ളൂ. അവർക്ക് തിരിച്ചു വാങ്ങാനും അവർക്ക് അറിയില്ല. അപ്പൊ ഞങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എനിക്കും എൻ്റെ മോൾക്കൊരു കുട്ടീൻ്റെ അവനും ഞാൻ അങ്ങനെ പഠിപ്പിക്കാം. മറ്റുള്ളവരുടെ വേദനകൾ എന്താ എന്ന് നമ്മളും മനസ്സിലാക്കണം. അപ്പം നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചപ്പോൾ നമ്മളിപ്പോൾ സൂട്ടും കോട്ടും എൻ്റെ പേരക്കുട്ടി സ്കൂളിൽ പോവുക വിചാരിച്ചോളൂ, ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അവൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടി നല്ല ഒരു ദിവസം ചിലപ്പോൾ പെന്നുണ്ടാവില്ല, ബുക്ക് ഉണ്ടാവില്ല. അപ്പം അവൻ ചോദിച്ചറിയണം, നീ എന്താണ് ബുക്ക് കൊണ്ടുവരാത്ത, പേന കൊണ്ടുവരാത്ത? ഫ്രണ്ട്സ് ആയാല് അപ്പൊ പറയാം അമ്മയ്ക്ക് പൈസ ഇല്ല, അച്ഛന് പൈസ ഇല്ല. ഇപ്പോഴത്തെ കാലത്ത് ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം, വീട്ടിൽ വന്ന് അവൻ പറയണം. അപ്പൊ നമ്മളൊരു ബുക്കോ പെന്നോ കൊടുത്തയക്കണം. പറയാനുള്ള മനസ്സുണ്ടാക്കി കൊടുക്കണം. പാരന്റിങ്ങിന്റെ ഒരു ഗുണം നമ്മുടെ അതാണ്. കാരണം ആ കുട്ടി നാളെ ഞാൻ പറയും എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ എടുക്കരുത്, എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കണം. നമ്മുടേത് പോയാലും ആരുടെയെങ്കിലും എടുക്കരുത്. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം കുട്ടികളെ. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണം. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് എന്താണ് പഠിപ്പിച്ചു കൊടുക്കണം. അവനാന്റെ ഭക്ഷണം വേസ്റ്റാക്കി കളയാൻ നമ്മുടെ മക്കളെ നമ്മൾ അനുവദിക്കരുത്. ഇപ്പൊ പേരക്കുട്ടിയാണെങ്കിലും മകനാണെങ്കിലും മക്കളാണെങ്കിലും കഴിക്കുന്ന ഭക്ഷണം വേസ്റ്റ് ആക്കരുത്. ആ ഭക്ഷണത്തിന് പട്ടിണി കിടക്കുന്നവരുണ്ട്. നാളെ നമ്മളും കിടക്കാം. ഇവിടുന്ന് തന്നെ ഇറങ്ങിയില്ലെങ്കിൽ കഴിഞ്ഞോ. പിന്നെ ഇപ്പൊ എന്ത് ടേസ്റ്റുള്ള ഭക്ഷണം ആര് വന്നാലും നമ്മൾ കൊടുക്കണം. ഇപ്പൊ നല്ലൊരു ജിലേബിയാണ്, വേറെ അടുത്ത വീട്ടിലൊരു കുട്ടിയെ നമ്മൾ എടുത്തു വെക്കരുത്. നമുക്ക് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജിലേബി ഇല്ല. ജിലേബി വായ കൊണ്ടുവന്ന് വരുമല്ലോ. ഇവിടുന്ന് പോയാൽ ജിലേബി ഉണ്ടോ? ആ കുട്ടി കഴിച്ചാലും. അങ്ങനെയൊക്കെ ഞാൻ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുള്ളൂ. ഈ നമ്മൾ സാധാരണ പറയും ഇങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കഷ്ടതകളിലൊക്കെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രഗിളിങ് പോയിന്റിലൊക്കെ നിൽക്കുന്ന ആ ഒരു സമയത്ത് വരുന്ന ആൾക്കാർ, നമുക്കൊരു കൈസഹായം തരുന്ന ആൾക്കാർ ദൈവത്തിന്റെ ദൂതന്മാരാണെന്ന് പറയണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചേച്ചി ആ ഒരു ദൈവം 100%. അതെ അതെ അതെ. അപ്പം ചേച്ചിക്ക് ആ ഒരു കാര്യത്തില് ഒരു ഭാഗ്യം ചെയ്തിട്ടുണ്ട്. അത് 100% ഉണ്ട്. ദൈവത്തിന് 100% വിശ്വാസമാണ്. അന്ധവിശ്വാസമല്ല. അന്ധവിശ്വാസം പറഞ്ഞാൽ മന്ത്രവാദം, പൂജ, ഹോമം അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെയല്ലല്ലോ. എനിക്ക് പ്രധാനമന്ത്രി മന്ത്രി ആവണമെന്നുണ്ട് പൂജ അർച്ച കഴിഞ്ഞാൽ ഞാൻ നാളെ ആവുമോ? ആവില്ലല്ലോ. ഞാൻ പ്രവർത്തിച്ചാൽ മാത്രമേ എൻ്റെ കർമ്മം കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്തും ആവാം. എനിക്ക് അതിലൊന്നും ദൈവത്തിനെ വിശ്വാസമാണ്. കാരണം എന്താണെന്നറിയാം, ഞാൻ നല്ലോണം ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയം ഇപ്പം മോള് വിഷമം പറഞ്ഞ് വരികയാണ്, എനിക്ക് ഇങ്ങനെ ഒരു കഷ്ടമാണ് ബുദ്ധിമുട്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ സാരല്ല ഞാൻ അല്ലേ എനക്കെന്ന് വെച്ചാൽ പോണ ആൾക്കൊരു സന്തോഷമായി, എനിക്കുമായി. ചിലപ്പോൾ എന്നെ പിന്നെ കണ്ടിട്ട് തന്നെ ഉണ്ടല്ലോ, എന്നാലും പോണ ആളെ എന്നെ കരയിക്കാതെ വിഷമിക്കണ്ടോ ഞാൻ ഇല്ലേന്നൊന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്താൽ അവര് ഹാപ്പി. അത് ആണായാലും പെണ്ണായാലും ആരാണെങ്കിലും. അപ്പോൾ വൃത്തിയും വെടുപ്പില്ലാത്ത ഒരാൾ വന്നിട്ട് ചിലപ്പോൾ ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ പേപ്പറിൽ എൻ്റെ പുരസ്കാരം കണ്ടിട്ട് കുറേ അമ്മമാരൊക്കെ കണ്ടിട്ടുണ്ട്. അവരിന്നാണ് എന്നെ അമ്പലത്തിൽ നിന്ന് കണ്ടുമുട്ടുന്നത്. ഞാൻ എണ്ണയൊക്കെ വെക്കുമ്പോൾ കൈത്തളിയിൽ നിന്ന് കൈത്തളി ക്ഷേത്രത്തിൽ നിന്ന് ശിവക്ഷേത്രം ഇതല്ലേ എന്നെ ലക്ഷം ദീപത്തിൻ്റെ ആ സമയത്ത് കുറേ അമ്മമാർ കയ്യുമ്പോൾ പിടിക്കും. അപ്പം ഞാൻ കയ്യുമ്പിൽ നെയ്യുണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ അപ്പോൾ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും. അപ്പം ചിലവർ നല്ല ഡ്രസ്സാവും, ചിലവർ സാധാരണക്കാരായിരിക്കാം. അപ്പം നമ്മളെന്താ കെട്ടിപ്പിടിച്ച കുഴപ്പം? കാരണം എൻ്റെ ഈ 2 കൈയും എനിക്ക് ഇന്നുള്ളത് കൊണ്ട് എനിക്ക് മൂക്കാക്കാം, മുഖം കഴുകാം, കൈ കഴുകാം, കുളിക്കാം. എൻ്റെ ഈ 2 കൈയും ഞാൻ ഒടിഞ്ഞു കിടക്കുകയാണെങ്കിൽ 4 ദിവസം കൊണ്ട് ഞാൻ നാറും. അപ്പം എൻ്റെ അടുത്തേക്ക് ആരെങ്കിലും വരുമോ? അത്രേ ഉള്ളൂ മനുഷ്യൻ. ഇപ്പം നല്ല ചുരിദാറും നല്ല ഭംഗിയൊക്കെ പൊട്ടും പൗഡറൊക്കെ ഇട്ടിട്ട് നമ്മൾ വരും. ഒന്ന് വീണ് കയ്യിനും കാലിനും വയ്യാതെ എന്തിനും ഒരു ചെറിയ വിരലായി കഴിഞ്ഞാൽ പോയില്ലേ നമ്മുടെ കാര്യം. അത്രയും നമ്മളെ ജീവനുള്ള. അപ്പം ഞാൻ അസുഖമുള്ളവരെ, നാറണവരെ, അപ്പിട്ടവരെ, മൂത്രമൊഴിച്ചവരെ ഞാൻ എടുത്താൽ കൈ കഴുകി അത് പോവും. നാളെ എനിക്കിത് കഴുകണം എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളുടെ സഹായം വേണ്ടേ? അല്ലെങ്കിൽ എൻ്റെ മക്കൾ പണിക്ക് വെക്കണവരുടെ സഹായം വേണ്ടേ? അങ്ങനെ ഇപ്പം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പം കാരണവന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അച്ഛനും അമ്മയൊക്കെ കിടത്തിക്കരുത് ഒരിക്കലും. അതിനാണ് ഭാഗ്യം ചെയ്തത്. അങ്ങനെ എപ്പോഴും മരിച്ചു പോണെന്ന് പറയണ എന്തിനാ അറിയോ? നമ്മുടെ നിത്യകർമ്മങ്ങൾ പല്ല് തേക്കാൻ ഇപ്പൊ എനിക്ക് വൈക്കും,
ഈ ബ്രഷ് പിടിക്കാൻ വയ്ക്കുന്നതുകൊണ്ട് ഞാൻ തേക്കുക. ഞാൻ അങ്ങനെ തളർന്ന് കിടന്ന എവിടെ പല്ലിയേക്കണ്? തേക്കുവോ? അടുത്തേക്ക് വരുമോ സ്മെല്ലടിച്ചിട്ട്? മക്കള് വല്ലവരും തേച്ചായി. എൻ്റെന്നല്ല, കോടികളുള്ളവരുടെ കാര്യമാണ്. ഇപ്പോൾ പിന്നെ BMW വന്നാളും ഓട്ടോറിക്ഷയിൽ വന്നാളും ആക്സിഡൻ്റ് ആയാൽ നേരെ വരെ ആംബുലൻസാ. ഫ്ലൈറ്റിൽ കൊണ്ടുപോയില്ലല്ലോ BMW വന്നോനെ, ഇന്നോവയിൽ വന്നവനെ കൊണ്ടുപോകോ? അവനെ കൊണ്ടുപോകണമെന്ന് ഹോസ്പിറ്റലിൽ കിടത്തണത്, ICU കിടത്തണത്, ഓക്സിജൻ സിലിണ്ടർ ഇവിടുന്ന് എടുക്കും, ഇങ്ങോട്ട് വെക്കും, മാസ്ക് വെക്കും. ഇതും പണക്കാരനാ പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ്റെ പൈസ കൊണ്ട് ജീവൻ കിട്ടുമോ നോക്കാൻ പറ്റും, അല്ലാതെ ദൈവം തീരുമാനിച്ചാൽ മാത്രമേ ജീവൻ കിട്ടുള്ളൂ. പക്ഷെ ഞാൻ കുട്ടിക്ക് ചെയ്താൽ കുറച്ചു കാലമൊക്കെ എങ്ങനെയും കയ്യിനും കാലിനും ആരോഗ്യം ഉണ്ടാവും. ഇപ്പം ഒടിയാൻ വെച്ചത് ഒടിയാതെ ജീവിക്കാം, അത്രേ ഉള്ളൂ. മരണം നമുക്കൊന്നും, അതിന് നമ്മളാരും ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. യോക്ക് മരിക്കാൻ ആയുസ് നീട്ടിത്തരുമോ എന്നൊന്നും അതൊന്നുമില്ല. അതൊക്കെ തീരുമാനിച്ചു വെച്ചതായിരിക്കും, പ്രപഞ്ച ശക്തിയാണ്. അപ്പം നമ്മുടെ കയ്യിനും കാലിനും കേടില്ലാത്തോടത്തോളം കാലം ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഒരു നേരം ഒരാൾക്കൊരു ആഹാരം കൊടുക്കാനോ, അവരെ ഒന്ന് സഹായിക്കാനോ, അവരെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാനോ. ഇപ്പോൾ പാലിയേറ്റീവിൽ ഹോം കെയർ ഒക്കെ നമ്മൾ പോവാറുണ്ട്. ഞങ്ങൾ ഹോം കെയർ നല്ല പട്ടാമ്പി പാലിയേറ്റീവ് പറഞ്ഞിട്ട് നല്ല ഒരുപാട് വളണ്ടിയേഴ്സ് ഉണ്ട്, നേഴ്സ് ഉണ്ട്. അവിടുത്തെ നല്ലൊരു ഡോക്ടർ പത്മനാഭൻ എന്ന് പറഞ്ഞ സാറുണ്ട്. സാർ അട്ടപ്പാടി ഹോസ്പിറ്റലാണ്, മറ്റേ ഓർത്തോ ആണ്. എന്തെങ്കിലും സംഘടനകളോ കാര്യങ്ങളോ ഒക്കെ? ആ പാലിയേറ്റീവിൻ്റെ ഉണ്ട്, സംഘടന ഉണ്ട്, കുറേ വർഷങ്ങളായിട്ടുള്ളത്. അപ്പം ഞാനൊക്കെ അതിൽ തന്നെ വൈസ് പ്രസിഡന്റ് മെമ്പറൊക്കെയാണ്. പത്മനാഭൻ ഡോക്ടറാണ്. ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ പട്ടാമ്പി പാലിയേറ്റീവ് ക്ലിനിക്ക് സൺഡേ ഡോക്ടർ വരും. ബാക്കിയുള്ള ദിവസമൊക്കെ ഹോം കെയർ ഉണ്ട്, നേഴ്സ് ഉണ്ട്, പ്രസന്ന എന്നാണ് അവരുടെ പേര്. അതേപോലെ കുറേ വളണ്ടിയേഴ്സ് ഉണ്ട്. എല്ലാവരും ഓരോ ദിവസം കിടപ്പ് രോഗികളെ കാണാൻ പോകുന്നവർക്ക് കട്ടില്, ബെഡ്, അങ്ങനെയുള്ള എല്ലാ ഓക്സിജൻ സിലിണ്ടർ, മരുന്നുകൾ എല്ലാം നമ്മൾ പാലിയേറ്റീവിൻ്റെ അതിൽ കൊടുക്കാറുണ്ട്. അത് ചിലപ്പോൾ കുറേയൊക്കെ നല്ല മനസ്സുള്ള ആൾക്കാരുടെ പൈസകളുണ്ടാവും, ചിലപ്പോൾ തികയാത്ത നമ്മൾ ആരെങ്കിലുമൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇതൊക്കെ വന്നിട്ട് നന്നായി പ്രവർത്തിക്കുന്ന ഒരു പാലിയേറ്റീവാണ് പട്ടാമ്പിയിൽ. നന്നായി പോകുന്നുണ്ട്. അതിൽ എനിക്കൊരു ഭാഗമാവാൻ കഴിഞ്ഞത്. നമ്മളവരെ കുളിപ്പിക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ആഴ്ചയിലൊക്കെ പോയി കാണുന്നുണ്ട്. കുറേ വളണ്ടിയേഴ്സ്, പിള്ളേർ, ജോലിയുള്ള പിള്ളേരും കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി പോകുന്നുണ്ട്. ജോലിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ടൈലറിംഗ് ഷോപ്പാണ് നടത്തണേ. അവിടെ 1-2 ജോലിക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം നമ്മൾ മൊത്തം സമ്പാദിച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. കടയുണ്ട്, ജീവിച്ചു പോകണം. പിന്നെ സമയങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. സമയങ്ങളാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ സമയം എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഇപ്പം 8 മണിക്കൂറൊക്കെ ഉറങ്ങണം എന്നുള്ള നിർബന്ധങ്ങളൊന്നും ഇല്ല. രാത്രിയൊക്കെ ഇങ്ങനെ പോകേണ്ട വരുമ്പോൾ പോവും. രാത്രി 2 മണിയാണെങ്കിലും പോവും, 1 മണിയാണെങ്കിലും പോവും. ചിലപ്പോൾ 10 മണിക്ക് ഇതേ പോകുമ്പോഴാവും വിളിക്കുക, ആ വണ്ടി തിരിച്ച് പോവും. ഇപ്പം പിന്നെ വീട്ടിൽ കുട്ടികൾ ഇനിയിപ്പോൾ അവരുണ്ടെങ്കിലും അവരെ കൂട്ടിയിട്ട് ഞാൻ പുറത്ത് കിടക്കും. ഇപ്പം എത്ര ചെറുപ്പാണെങ്കിലും എത്ര വലുപ്പാണെങ്കിലും നമ്മൾ പോവും. എൻ്റെ ഈ പോക്ക് കൊണ്ട് എൻ്റെ മക്കളുടെ ഒരു കാര്യത്തിന് ഞാൻ ഒരു മുടക്കം വരുത്താറില്ല, ഒരു ബുദ്ധിമുട്ടും വരുത്താറില്ല. പറഞ്ഞാൽ ഇനിയിപ്പോൾ ചോറ വെക്കേണ്ട വെച്ചപ്പോൾ ഊറ്റാതെ കഞ്ഞി കുടിച്ചോളും. പാല് ഒഴിച്ചിട്ട് കാപ്പി ഉണ്ടാക്കാൻ നേരമില്ലെങ്കിൽ പാൽ ഒഴിക്കണ്ട, കാപ്പി കുടിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. അവർക്കും ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ കട്ടൻ കാപ്പി അമ്മ ഉണ്ടാക്കി വെച്ചാൽ ഇതെന്താ മധുരമില്ലാത്തവർ ചോദിക്കില്ല, അമ്മ ഉണ്ടാക്കി വെച്ചാൽ അവർ കഴിക്കും. അതങ്ങനെ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് അത് ഇന്നത് ഉണ്ടായാലേ ഞാൻ കുടിക്കുള്ളൂ, ഇന്നത് ഉണ്ടായാലേ. ഇപ്പോൾ പേരക്കുട്ടി ആയാലും അങ്ങനെ തന്നെ. ഒരു മരുമകൻ വന്നിട്ടുണ്ട്, അവനും അത് പ്രശ്നമില്ല. അപ്പം അങ്ങനെയൊക്കെ പഠിക്കണം. സമയം പിന്നെ ഉണ്ടാക്കണതാണ് നമ്മൾ പറയണം 2 മണിക്കൂറോ അയ്യോ ഉച്ചക്കൊന്ന് ഉറങ്ങണം, അല്ലെങ്കിൽ ചോറ് ഉച്ചയ്ക്ക് തിന്നാൽ തന്നെ പറ്റുള്ളൂ. എനിക്കങ്ങനെ നിർബന്ധമേ ഇല്ല. ഇന്ന ഭക്ഷണം വേണം, ഇന്ന വെള്ളം കുടിക്കണം, ഇന്ന സ്ഥലത്ത് ജീവിക്കണം, ഇന്ന സ്ഥലത്ത് കിടന്നുറങ്ങണം. അങ്ങനെയല്ല. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ആ രീതിയിൽ അങ്ങനെ പോകുന്നു. അതുകൊണ്ട് എനിക്ക് അസുഖങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല. എവിടെയാണ് എന്താ കണ്ടെന്ന് വെച്ചാൽ ഞാൻ ആ ജോലി ചെയ്തിരിക്കും. ഒരു പ്രതിഫലം കൈപ്പറ്റാറില്ല. ആരുടെയും ഒരു പ്രതിഫലം, ഒരു ചായ പോലും ഞാൻ ഇങ്ങോട്ട് കുടിക്കാറില്ല, ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കാറുള്ളൂ. പിന്നെ കൂട്ടുകാരൊത്ത് കുടിക്കാന്നല്ലാതെ ഒരു ബോഡി എടുക്കാൻ പോയി ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേണ്ടാന്നേ പറയുള്ളൂ. കാരണം അവരുടെ നമുക്ക് ഇങ്ങോട്ട് വാങ്ങാൻ പാടില്ല. അപ്പം അതിന് ഒരു ചായക്കാണെങ്കിൽ നമ്മളൊരു കടായില്ലേ, അപ്പം പണിയായില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അങ്ങനെ പോകണം. ഒരുപാട് സന്തോഷം ചേച്ചി കാണാൻ പറ്റിയത്. ഓക്കെ, താങ്ക് യു.